ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലാണ് നമ്മുടെ എല്ലാ പണിയും. എന്നിട്ട് നമ്മൾ സ്ക്വയറായിട്ടും റെക്റ്റാങ്കിളായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ 4 എണ്ണമാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെയ്യാമേ. പെട്ടെന്ന് ചെയ്യാം. ഈ പാറ്റേൺ പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പണിയുള്ള കാര്യമൊന്നുമല്ല. പാറ്റേൺ പേപ്പർ നല്ല സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ജേർണൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമുണ്ട് ഈ പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ. വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം, നിങ്ങൾ വേണമെങ്കിൽ ഈ ജേർണൽ ചെയ്യാനുള്ള ഉപയോഗിക്കാനുള്ള കേട്ടത്. അപ്പോൾ ഞാൻ 4 കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ ആ പാറ്റേൺ പേപ്പർ ചെയ്യാനുള്ള ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ബ്രഷ് പെൻ ആട്ടോ ചേർത്തിട്ടുള്ളത്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു സ്ക്വയർ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. സിമ്പിളാണ്. നമുക്ക് ഇഷ്ടമുള്ള നേരത്തെ കഴിയാനൊക്കെ കഴിയും കേട്ടോ. ഒരു കുറച്ച് സമയം മതി കേട്ടോ നമുക്ക് ആ കഴിയാനായിട്ട്. കുറച്ച് സമയം മതി. എനിക്ക് അത്ര സമയം എടുത്തിട്ടില്ല കേട്ടോ. ഈ വീഡിയോയിൽ കൊള്ളുന്ന സമയം എടുത്തിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് സമയം മതി ശരിക്കും ചെയ്യാനായിട്ട്. അത് നമുക്ക് പല പാറ്റേൺ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ പാറ്റേൺ പേപ്പർ കുറേ പാറ്റേൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ അത്ര രസമൊന്നുമില്ല കേട്ടോ. ചെരിഞ്ഞു പോയി ചെറുതായിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. വിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് അറിയാമോ? നമുക്ക് വേറെ ഒരു ഇതും കൂടി ചെയ്യാണ്ട്, വെറുതെ ഗ്രിൽഡ് പോലെ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ കളറ് വെച്ച് ഗ്രിൽഡ് പോലെ ആക്കി കൊടുക്കും. ഇപ്പോൾ ഞാൻ ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ഇൻഡിഗോ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എൻ്റെ കൈയൊക്കെ വരച്ചിട്ടാണ് ഇൻഡിഗോ അങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ ആ ഇൻഡിഗോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളറ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. കളർ കൊടുക്കുന്നില്ല, ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രസമുണ്ട് കേട്ടോ. ഇത് ഫൈനലായിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്യുന്നുണ്ട് വേറെ രീതിയിൽ. ദെൻ ഇത് ഞാൻ ഫുള്ള് ചെയ്തു. ഞാനൊരു ഗോൾഡൻ പെൻ വെച്ച് ചെറുതായിട്ട് ഇത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ